Namaskaram guys, welcome to my YouTube channel. യെസ് ദീപകിന്റെ ഇഷ്യൂ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും കറങ്ങി നടന്നിരുന്ന ഒരു സംഭവമാണ് ബസ്സിൽ ഉള്ള CCTV ദൃശ്യം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. പ്രൈവറ്റ് ബസ്സിലൊക്കെ KSRTCയിലും ഇതേപോലെ CCTV ഓപ്ഷൻ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ബസ്സിൽ CCTV വർക്ക് ചെയ്തെന്ന് അറിഞ്ഞതിലും വളരെയധികം സന്തോഷം. സം സിറ്റുവേഷൻസ് ചിലയിടത്ത് CCTV മാത്രമേ ഉണ്ടാവുള്ളൂ, അത് വർക്ക് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇന്നലെ നമുക്ക് ആ ദൃശ്യം കാണാം. അതില് കുറച്ച് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഓൾറെഡി ആ CCTV കാണുന്നതിന് മുമ്പ് ഈ സ്ത്രീ കൊടുത്ത അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം കൊടുത്ത വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പ്യുവർ കേസ് ഓഫ് മാനിപ്പുലേഷൻ ആണെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ആ ബസ് ഡ്രൈവറിനോടും കണ്ടക്ടറോടും സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഓണർ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി മനസ്സിലായത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിനകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെയുള്ള CCTV ദൃശ്യത്തിൽ കാണിക്കുന്നത് ദീപക് ബസ്സിലോട്ട് കയറുന്നതാണ്. ബസ്സിലോട്ട് കയറുന്നതും പുറകിൽ ഒരു ബാഗും ഉണ്ട്. നല്ല റഷും ആയിരുന്നു, മനസ്സിലായോ? അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട, തിരക്കുള്ള ബസ്സിൽ കയറുമ്പോൾ തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അത് സ്ത്രീ ചിലപ്പോൾ പുരുഷനെ തട്ടാം, പുരുഷൻ സ്ത്രീയെ തട്ടാം. അതിൽ നിന്നും എൻറ്റർലി ഡിഫറെന്റ് ആണ് ഈ എന്താണ് ആ പെണ്ണിന്റെ പേര്, ഷിംജിത, യെസ്, പറയുന്ന ആ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി പിടിച്ചു, അതായത് സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു അറ്റാക്ക് ഉണ്ടായി എന്നാണ്. അത് അവിടെ അല്ല, അതും ഇതും തമ്മിൽ എൻറ്റർലി ഡിഫറെന്റ് ആണ്. ബസ്സിലോട് കയറുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ബസ്സിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇപ്പൊ ഒരു എന്താ ഉദ്ദേശിക്കുന്നത്, ഈ സ്ത്രീ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇറങ്ങി പോവുക എന്നുള്ളൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്യുവർ കേസ് ഓഫ് റേജ്. അതല്ലെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഡിവോഴ്സ് ആണ്, ഇവരുടെ പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ നോർമലി പേഴ്സണൽ ഇഷ്യൂസിൽ മറ്റുള്ളവരെ ഇടപെടാത്തതാണ്. പക്ഷെ ഇവിടെ ഇടപെടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് പുരുഷ വിരോധം ഉണ്ടെന്നുള്ള കാര്യം എക്സാക്ട്ലി പ്യുവർ ആയിട്ട് നമുക്കിവിടെ വിസിബിൾ ആണ്. കാരണം ഡിവോഴ്സ് ആയ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. അപ്പം ഇതിനകത്ത് സംഭവിച്ചത്, ബസ്സുകാർ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ദീപക് കയറുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ തിരക്കുണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു കയറിപ്പിടുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഇവർ വീഡിയോ എടുത്തേക്കണ പോലും ആ ബസ്സുകാർ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വേറൊരു സംഭവം ഇപ്പൊ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പാൻ ഇന്ത്യൻ ലെവലിലോട്ട് ഈ സാധനം കയറി. എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ചെറിയൊരു നോളജ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഐ എം സോ ഹാപ്പി. കാരണം ഒരു വ്യക്തി പുരുഷന് വേണ്ടിയിട്ട് ഇത്രയും ഒരു വോയിസ് റേസ് ആക്കുന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോ എബ്രോഡും ഒക്കെ ആയിട്ട് ഈ സംഭവം, അതായത് ഷിംജിത എവിടെ പോയാലും, ഇനിയിപ്പോ കാടിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും അവളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം അത്രയ്ക്ക് എല്ലായിടത്തും. ആൻഡ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടെന്ന് പറയുന്ന അവര് കൊടുക്കുന്ന റീൽസ്, അത് ത്രൂ കൊടുക്കുന്ന മെസ്സേജ്, അതെല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, എല്ലാവരും ലോകം ഒട്ടാകെ ഈ സ്ത്രീക്ക് എക്സ്ട്രീം ശിക്ഷ ലഭിക്കണം. അതായത് ഇപ്പൊ എവിടെ പോയാലും ഒരു എന്താ പറയാ, കേസ് കേൾക്കുന്നുണ്ടായിരുന്നു ദുബായിലോട്ട് പോയി എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ആ ദുബായിലോട്ട് പോയി എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു വോയിസ് നമുക്ക് കേൾക്കാം. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ടാൽ ഒരു കണ്ണൂരിലുള്ള ഒരു തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാ. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവളൊന്ന് കാണണം. അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവൾ ഇവിടെ ഉണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു, ഈ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ടൊന്ന് അയക്കണേന്ന് പറഞ്ഞു. ഓക്കെ, ഇത് എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്യുവർ കേസ് ഓഫ് ഫേക്ക് ആണ്. ഈ വോയിസ് ഫേക്ക് ആണ്. എനിക്ക് ഒരു രീതിയിലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് തീ പടർന്ന മാതിരി പടർന്നു ഈ ഒരു കേസ്, മനസ്സിലായോ? ലോകം ഒട്ടാകെ ഇതറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തമിഴ്നാട്ടിലെ റീൽസിന്റെ കാര്യവും ന്യൂസസ് ആയിട്ടും എബ്രോഡുള്ള ന്യൂസസും സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും കേരള പോലീസുകാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. എല്ലാ വഴി കൂടെയും ഈ സാധാരണ ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ പറതിട്ട് പോയാൽ പോലും, പേര് മാറ്റി പോയാൽ പോലും, ഇനി പാതാളം കുഴിച്ചു വേണേ പോയാലും, അങ്ങനെ ലീസ് കേസേ ഉള്ളൂ. പക്ഷെ എയർപോർട്ടിലും എല്ലായിടത്തും ഈ സംഭവം ടോട്ടലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇമിഗ്രേഷൻ ടൈമിലും വെരിഫിക്കേഷൻ ടൈമിലൊക്കെ ഈ സാധനം
പൊളിയെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഞാൻ ഈ വോയിസിനെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത്രയും ഒരു തീ പോലെ ഒരു ന്യൂസ് ഇങ്ങനെ പടർന്നിരിക്കുന്ന സമയത്ത് സുഖമായിട്ട് ഇത്ര ഒപ്പിച്ചു വെച്ചിട്ട് ദുബായിലോട്ട് പറക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കേരള പോലീസ് മണ്ടന്മാരാന്ന് ഞാൻ പറയും. പക്ഷെ ഇത് ഫേക്ക് ആണ്. കാരണം അങ്ങനെ ഇത് ഒരു കാരണവശാലും നടക്കില്ല. കാരണം അതാണ് ഞാൻ പറയാനുള്ള റീസൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ രീതിയിലും എല്ലാവർക്കും അറിഞ്ഞു. ഇതിനു മുമ്പുണ്ടായ പല കേസസും പോലെയല്ല, എല്ലായിടത്തും ഈ സംഭവം വളരെയധികം ഈ പെൺകുട്ടിയുടെ ഫേസും സംഭവങ്ങളും ബസ് വീഡിയോസും എല്ലാം. അതായത് ഈ ചേച്ചി ഒരു ചെറിയ പൂവ് ആഗ്രഹിച്ചു, ഇവരുടെ കയ്യിലിരിപ്പുണ്ട്, അത് വലിയ പൂന്തോട്ടായി. അതുകൊണ്ട് റീത്ത അവള് തന്നെ വെക്കേണ്ട അവസ്ഥയിലോട്ടായി കാര്യങ്ങൾ. കാരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് നിയമവശത്തെ പറ്റി എനിക്ക് അധികം സംസാരിക്കാനുള്ള പ്രേരണ കുറ്റവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ലോകത്ത് ഇനി പെണ്ണിനെ എപ്പോഴാ പോയാലും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ എല്ലാവരും ഈ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആൻഡ് അപ്പൊ ഈ ഒരു വോയിസിന് ഞാൻ മൊത്തം കീറുകയാണ്. കാരണം അങ്ങനെ ഒന്നും ദുബായ്ക്കൊന്നും അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പോവാനൊന്നും പറ്റില്ല. അത് ഭയങ്കര ഫേക്ക് ആണ് ആ സംഭവം പറയുന്നത്. ഓക്കെ. ആൻഡ് വേറൊരു ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ഈ ഷിംജിത്തയുടെ മോട്ടിവേഷൻ സ്പീക്കറാണ്. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലുള്ള കുറെ സംസാരങ്ങൾ. യുനോ മനുഷ്യന്മാർക്ക് ഒരുപാട് ഫേസസ് ഉണ്ട്, നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു റീൽസിൽ ആശാത്തി പൈസയാണ് എല്ലാം, പൈസയ്ക്ക് അപ്പുറം ഒന്നുമില്ല, റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പൈസയാണ് എല്ലാം. പൈസയ്ക്ക് പൈസ തന്നെ വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്നേഹം വരെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടൈമിങ്ങും വാല്യൂ ഒക്കെ എത്രയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിലൂടെ ഒരു മോട്ടിവേഷൻ സാധനങ്ങളൊന്നും തൂക്കിക്കൊണ്ട് വരുന്നില്ല. അപ്പൊ ആള് കുറച്ച് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം ടോട്ടലി കൺക്ലൂഷൻ ഇങ്ങനെയാണ്: ബസ്സിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്നുള്ളത് ക്ലിയർ കേസോടുകൂടി വലിയ പോലീസ് ബോധ്യം നമ്മൾ മനുഷ്യന്മാർക്ക് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ദുബായിലോട്ട് ഒരിടത്തേക്കോ കുഴിച്ച് മണ്ണിന്റെ അടിയിലോട്ട് പോകാൻ പോലും റിസ്ക് ആയിട്ടുള്ള രീതിയിൽ തുഴഞ്ഞു പോകാൻ പോലും പറ്റുന്ന രീതിയിലല്ല സിറ്റുവേഷൻസ് പോകുന്നത്. ആൻഡ് ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു പഴയ കേസ് പൊന്തി വരുന്നുണ്ട്. ബസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മുങ്ങി നടന്നു. പിന്നെ ആ സ്ത്രീ അല്ല ഈ സ്ത്രീ, ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് വേറൊരു മാനിപ്പുലേറ്റഡ് ഒരുപാട് ഫേക്ക് സംഭവങ്ങളും ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ട് ചെയ്ത് കയറി പോകുന്നുണ്ട്. പക്ഷേ ഐ എം സോ ഹാപ്പി ബിക്കോസ് കേരള പോലീസിന് കറക്റ്റ് പാത്ത് അറിയാം. കേരള പോലീസ് കറക്റ്റ് ആയിട്ട് ഇതിന്റെ കാര്യം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സപ്പോർട്ടും അവരും അതിന്റെ എല്ലാ രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോ ലൈക്ക് ആള് എന്താ പറയാ, അബ്സ്കൗണ്ടിങ് ആണ്. പിന്നെ എനിക്ക് മീഡിയക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ, അതായത് ദീപകിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവർക്ക് കുറച്ച് ശ്വാസം എടുക്കാനുള്ള സമയം കൊടുക്കുക, കുറച്ച് ടൈം എടുത്തിട്ട് അവരോട് ചോദിക്കുക. കാരണം അവരുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതേപോലെ നിങ്ങൾ കുറച്ചും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീയുടെ പരിസരത്തേക്ക്, ഈ സ്ത്രീയുടെ സ്ഥലം എവിടെയാണ്, ഈ സ്ത്രീയുടെ വീട്ടുകാരെവിടെയാണ്, കുടുംബക്കാരെവിടെയാണ്, മീഡിയക്കാർക്കും ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് നിങ്ങൾക്കും ഇവരെ ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മീഡിയക്കാർ അതും കൂടി, അത് ഈ ഓൺലൈൻ മീഡിയക്കാരാണ് പറഞ്ഞത്, എന്തെങ്കിലും ഒരു തുമ്പോ ഇതോ കിട്ടിക്കഴിഞ്ഞാൽ അബ്സ്കൗണ്ടിങ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല അബ്സ്കൗണ്ടിങ് ആണോ എന്താണോ ഏതോ. ചിലപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഇവരെല്ലാം ഈ വീഡിയോസ് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടാവും. കാരണം ദുബായിക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. അപ്പൊ നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ ഉപരി ഒരു കുടുംബമാണ്. ഒരു അമ്മ, അച്ഛൻ, ഭാര്യ, മക്കള്, നല്ലൊരു മകൻ, നല്ലൊരു അച്ഛൻ, നല്ലൊരു കൂട്ടുകാരനൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അത് ചെറിയ നഷ്ടമല്ല. ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് ഉണ്ടാവരുത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഓൾ കേരള അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.